മണ്ടു ആ ആ മുല്ലൊക്കെ നശിപ്പിച്ചടി. ആ കുരുമുളക് തൈയും കാണാനില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വീട് വാടക കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി വന്നാലേ ഇതിപ്പോ പൊളിക്കാതെ ഇട്ടത് മഹാഭാഗ്യം. എന്നാൽ ഇത്രയെങ്കിലൊക്കെ ഉണ്ടല്ലോ പേരേട്ടാ. ഇതിപ്പോഴേ ആ തെങ്ങൊക്കെ ഒന്ന് കേറിക്കാറായിണ്ട്. ആ നമുക്ക് ആളെ വിളിച്ചിട്ട് അതൊക്കെ ഒന്ന് മെനയാക്കിക്കാം. ആ ഇതാരും. ആര്? ആ ഇല്ലില്ല, ഞങ്ങള് വന്നിട്ട് കുറച്ച് ദിവസമായി. ആ മോളെ ഇവിടെ അടുത്ത് സ്കൂളിൽ ചേർത്ത്, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. ആ റൂം പണിതിട്ടിട്ടുണ്ട്. പിന്നെ KSEB ഓവർസിയർ വന്ന് നോക്കണം അത് കറണ്ടിന്റെ കാര്യത്തിനേ. അങ്ങനെ വലിയ ആളുകളെ ഒന്നും അറിയിക്കണില്ല. 14-ാം തീയതി സമയം കുറിച്ചിട്ടുണ്ട്. ഒരു 10-10:30 വിളക്കും കത്തിച്ച് അങ്ങോട്ട് തുടങ്ങണം. ആളുകളൊക്കെ അറിഞ്ഞും കേട്ടും വന്നോളൂന്നേ. ഞാനിവിടെ നടന്ന് ജീവിച്ച ആളല്ലേ. അറിയിക്കാം. ശരി. അതേ, അമ്മാവനാ വിളിച്ചത്. നമ്മുടെ റിപ്പയർ കടയുടെ ഉദ്ഘാടനം ആളുകളെ അറിയിച്ച് നടത്തണ്ടാന്ന്. ആ ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവുള്ളൂ. അതേ, ഞാൻ ആ KSEB ചെല്ലട്ടെ, അല്ലെ പിന്നെ അത് കാത്തിരുന്ന വൈകൂലേ. ഓവർസിയറിന്റെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാല്ലോ. അതന്നെ ഒന്ന് വേഗം പോയിട്ട് അത് ശരിയാക്ക്. ഇനി എത്ര ദിവസം ഉണ്ട്? ഒന്ന് റെഡി ആവട്ടെ. ആ മൊയ്തുക എന്തൊക്കെയാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഇതൊക്കെ ഉസാറല്ലേ? ഞങ്ങള് സെറ്റായി. മോളെ ഇവിടെ സ്കൂളിൽ ചേർത്ത് ഒക്കെ അറിഞ്ഞപ്പോ പെണ്ണുങ്ങള് പറഞ്ഞ് ഇനിയിപ്പോ പോക്കില്ല, ഇനി ഇവിടെ തന്നെ. ഇനിയിപ്പോ ഇവിടെ തന്നെ. ഇപ്പൊ ഒരു റിപ്പയർ കട തുടങ്ങാൻ പോവാണ്. ഏടേ? ഇവിടെ തന്നെ നമ്മുടെ ആ റൂമിലേ. ഇവിടെയോ? ആ എന്തിന്റെ ഈ TV ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇല്ലേ? ആണോ? അവിടെ അതിന്റെ പരിപാടി ആയിരുന്നല്ലേ എനിക്ക്. നന്നായി. തുടങ്ങാന്ന് എന്താ അറിയോ, ഇവിടെ നമ്മളെ ഈ ഏരിയയിലൊന്നും അങ്ങനത്തെ ഒരു വീടില്ല. എനിക്കുണ്ട്, കൊറേ സാധനം ഉണ്ട്, ഫ്രിഡ്ജും മിസ്കി ഒക്കെ ഉണ്ട് നന്നാക്കാൻ. അതൊക്കെ ശരിയാക്കി തരാം, എടുത്തോണ്ട് പോര്. അപ്പൊ ആദ്യത്തെ തന്നെ മൊയ്തു കട ആയിക്കോട്ടെ. ഞാനേ അങ്ങാടിക്ക് കണ്ട് ഇറങ്ങിയാനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഒന്നും കണ്ട് കയറിയതാ. ഓ നന്നായി. ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുന്നു. കറണ്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കറണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനേ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഈ ആ ട്രാൻസ്ഫോമറും ഇവിടുത്തെ പോസ്റ്റൊക്കെ ഇല്ലേ, ഇതൊക്കെ ആരാ ഇവിടെ വെച്ചെന്നറിയോ? അത് KSEB അല്ലേ? KSEB ആണ് വെക്കുക. ഇതിന്റെ പണി എടുപ്പിച്ച ആരാന്നറിയോ? പണി എടുത്ത ആരാന്നറിയോ? ഇല്ല, നമ്മളാണ് മൊയ്തുക്ക. ആ മൊയ്തൊക്കെ KSEB-ലുണ്ടായല്ല. ആ ഒരു 10-23 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പൊ അന്ന് നമ്മള് ഇതൊരു 5-8 ആൾക്കാർ പണിയെടുത്ത കേസാണ്. 5-8 ആൾക്കാർ ഒരു 4 ദിവസത്തെ പണിയാ. ഞാനേനി മെയിനായിട്ട് എന്റെ മേലൊക്കെ കേറിയിട്ടേ കംപ്ലീറ്റ് വലിച്ചു കെട്ടി. അതിന് സ്ഥലമൊക്കെ അച്ഛൻ വിട്ട് തന്നെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും കറണ്ട് സൗകര്യങ്ങളൊക്കെ ആയി. ബില്ലൊക്കെ വന്നു തുടങ്ങിയോ? കറണ്ടിന്റെ ബില്ലൊക്കെ അവരാണല്ലോ അടച്ചത്. ഇപ്പൊ ഇനി ഈ മാസം തൊട്ട് നമ്മൾ അടക്കണം. നിങ്ങൾക്ക് വരും. അപ്പോളേ ഈ ബില്ല് വന്നിട്ട് ബില്ല് അടയ്ക്കാൻ പോകുമ്പോഴേ നമ്മളെ ഒന്ന് മനസ്സിൽ കാണണോ മൊയ്തുക്കാനെ? അതിപ്പോ കറണ്ട് ബില്ല് അടക്കണ പരിപാടിയാണ്. എല്ലാവരെയും കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട്. ഓൺലൈനിലാ? ഇല്ലെന്നേ, പൈസ കൊണ്ടുപോയിട്ട് അടക്കൂലേ, അത് തരാ തന്നുവിടാം. അതല്ല മോനെ, അടയ്ക്കണമൊക്കെ നിങ്ങൾ തന്നെ. അടയ്ക്കുമ്പോ ഒരു വിഹിതം മൊയ്തുക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണോ, അത് പറയാ. അതെന്തിനാണ്? അതെന്തിനാണോ? ഇക്കണ്ട പണിയൊക്കെ എടുത്ത ഏത് കാലത്ത് എടുത്താന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത്. അതിന് പെൻഷനൊക്കെ കിട്ടല്ലേ? പെൻഷൻ കിട്ടുന്നോണ്ട് മാത്രമൊന്നും മുന്നോട്ട് പോവില്ല മോനെ. ഇതിപ്പോ ഈ പാട്ടുകാരുടെ ഒക്കെ സ്ഥിതി കണ്ടില്ലേ? പാട്ടുകാർ ഈ പഴയ എന്റെ ഒരു മ്യൂസിക് ഒക്കെ ചെയ്യണ രാജയോ, അയാളെ പാട്ട് പാടിയാൽ അപ്പൊ അയാൾക്ക് ആയിട്ടണോ? അതന്നെ ഞാനും ചോദിക്കണേ. അയാളായ കാലത്ത് ഉണ്ടാക്കിയ പാട്ടാണ് അയാൾ ഇപ്പോഴും ചോദിക്കണേ. ഞാനിത് ആയ കാലത്ത് ഉണ്ടാക്കി വെച്ചാണ് അത്. എനിക്കും ചോദിച്ചൂടെ? ഓർത്താ മതി. ഇല്ല, അതാലോചിക്കാം. സാറെന്നെ വിളിച്ച ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ്. എന്ത് പറഞ്ഞിട്ടാ രാവിലെ പോയത്? നമ്മളെ കറണ്ടിന്റെ പൈസ അടക്കാതെ വിച്ഛേദിക്കാൻ സാറ് പറഞ്ഞല്ലോ. അത് വിച്ഛേദിച്ചോ? ജോലി കർക്കശ സ്വഭാവമുള്ള ഒരാളാണ് സാറിനെ അറിയാലോ. ഞാൻ ചെയ്ത് എല്ലാം ചെയ്ത 3 ചെയ്ത 16. ആരുടെ 16? അല്ല, സാറിന്റെ 16 അല്ല സാറേ, 32-16 കൺസ്യൂമർ നമ്പർ. അത് കട്ട് ചെയ്തോ? സാറേ, ഞാൻ ആ വീട്ടിൽ പോയപ്പോ വല്ലാത്തൊരവസ്ഥയാണ് സാറേ. സാറേ, ഒരു വയസ്സായ അപ്പൂപ്പൻ. നമ്മളെല്ലാം കിടക്കാൻ നേരം രാവിലെ ഉഷാറായിട്ട് എണീച്ചു പോലല്ലേ, രാവിലേക്ക് ഇതാ ആമവാദം. ഞാൻ നിരുപദ്രവകാരിയാന്ന് യാമാന്നാ വിചാരിച്ചത്. ആമവാദം. ഞാൻ വിചാരിച്ച് താൻ വളരെ ക്രൂരനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയല്ല, നല്ല മനുഷ്യതുള്ള ആളാണല്ലോ. മറ്റേത് രണ്ടാമത്തെ വീട്? രണ്ടാമത്തെ ഒരു നമ്മൾ പോയല്ലോ 412-62. സാറ് ഞാൻ കട്ട് ചെയ്യാൻ തന്നെ പോയത്.
അങ്ങനെ കറണ്ടിന്റെ പൈസ അടക്കാത്തവര് നമ്മളെ കീഴിൽ വേണ്ട തന്നെ. എന്റെ തീരുമാനം തന്നെ. കട്ട് ചെയ്തോ സാറേ ഞാൻ പോകുമ്പോ ആ ഒരു അമ്മൂമ്മ. താനെ ഞാൻ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യും. സാറേ ഒരു അമ്മൂമ്മ അമ്മൂമ്മ രാവിലെ ആ എണീക്കുമല്ലോ അമ്മ, ആ തളർവാദം പിടിച്ച് വല്ലാണ്ട് കിടക്കാണ്. ഏത് തളർവാദം? അപ്പൂപ്പൻ കഞ്ഞി വാരി കൊടുക്കുന്നു. എന്റെ അപ്പൂപ്പൻ അമ്മൂമ്മ മേലെ ഈ വക കഥയായിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. ഇല്ല സാറേ, ഈ കഥ എന്നോട് പറയണ്ട, ഞാൻ റിപ്പോർട്ട് ചെയ്യും. അയ്യോ സാറേ, താൻ എത്ര രൂപ അവിടുന്ന് വാങ്ങിച്ചു? ഞാനോ ആദ്യത്തെ വീട്ടിൽ നിന്ന് എത്ര വാങ്ങിച്ചു? അയ്യോ സാറേ, ഏ? 150. എത്ര? 150. 150. രണ്ടാമത്തെ വീട്ടിൽ നിന്ന്? അയ്യോ എന്റെ സാർ അങ്ങനെ പറയല്ല. രണ്ടാമത്തെ വീട്ടിൽ നിന്ന് 100. 100. ഒന്നുകിൽ ആ പൈസ വീട്ടിൽ തിരിച്ചു കൊടുത്തിട്ട് അവരുടെ ലൈൻ കട്ട് ചെയ്തിട്ട് വരണം. അതല്ലെങ്കിൽ അവരുടെ ബില്ല് താൻ അടയ്ക്കണം. ഏത് വേണം? സാർ ആ പൈസ തിരിച്ചു കൊടുക്കുന്നതല്ലേ എനക്ക് ലാഭം അല്ലേ? അപ്പൊ അത് ചെയ്തോളൂ. സാറേ ഇരിക്കും. സാറേ എൻ്റെ വീട് മാലിപ്പുറത്ത് ആ പഞ്ചായത്ത് കിണറിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ കുറെ നാള് കോയമ്പത്തൂരായിരുന്നു ഫാമിലി ആയിട്ട്, ഗാന്ധിപുരത്ത്. ഈ ടെക്നീഷ്യനാണ്, ഈ ഇലക്ട്രിക്കൽ. എന്തിന്റെ? TV ഫ്രിഡ്ജ് ഒക്കെ മെക്കാനിക്കാണ്. TV ഫ്രിഡ്ജ് ഒക്കെ മെക്കാനിക്ക് ചെയ്യണ ജോലിയായിരുന്നു എനിക്ക് അവിടെ. അപ്പൊ ഇവിടെയുള്ള വീട് വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. ഇവിടുത്തെ വീട് വാടകയ്ക്ക്? അവിടുത്തെ ജോലി നിർത്തി. അപ്പൊ ഇവിടെ വാടകക്കാരെ ഒഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഇപ്പൊ സ്ഥിരതാമസം. മോളെ ഇവിടെ സ്കൂളിലും ചേർത്തിട്ടുണ്ട്. കുട്ടിയെ ഇവിടെ ചേർത്തു? കുട്ടിയെ ഇവിടെ ചേർത്തിട്ടുണ്ട്, ഗവൺമെന്റ് സ്കൂളിൽ തന്നെ. അപ്പൊ നിലവിലുള്ള വീട് ചെറിയൊരു മെയിൻ്റെനൻസ് നടത്തി, റീവയറിങ് നടത്തി. അപ്പൊ ഓവർസിയർ വന്നത് നോക്കി ഒരു സൈൻ ചെയ്താലും ഇവിടുന്ന് കണക്ഷൻ തരുള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞ്. ഇപ്പൊ നിലവിലുണ്ട്, പക്ഷെ നമുക്കൊരു 3 phase ആക്കി അത് കിട്ടണം. അപ്പൊ ഈ 14-ാം തീയതി അതിന്റെ ഒരു ഉദ്ഘാടനം വെച്ചേക്കാണ്. ഒരു മുറിയില് ഒരു സർവീസ് സെന്റർ ആയിട്ട് തുടങ്ങാന്ന് കരുതിയിട്ട്. അതിലിപ്പോ നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ അതിന് കഴിഞ്ഞ മെയ് മാസം 31-ാം തീയതി ഓവർസിയർ ഇവിടുന്ന് പോയി. ഇല്ല, വീട്ടിൽ വന്നല്ലോ 31-ാം തീയതി. ഞാൻ ഫുൾ ടൈം വീട്ടിലുണ്ട്. അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല എന്നല്ല, ഇവിടുന്ന് പെൻഷനായിട്ട് പോയി. അപ്പൊ വേറെ ആള് വരില്ലേ അതിന്? വേറെ ആള് വരണം, എന്നിട്ട് ചാർജ് എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ നിലവിലുള്ള ആർക്കെങ്കിലും ആയിട്ട് ചാർജ് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പുതിയ ആള് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ ലൈൻമാൻമാര് തന്നെ കുറെ ആളുകൾ അങ്ങനെ പോയി, വിരമിച്ചു പോയവരുണ്ട്, പിന്നെ മാറിപ്പോയവരാളുടെ പകരം ആള് വന്നിട്ടില്ല. ഞാനാണ് ഇപ്പൊ ഇതിനിങ്ങനെ കിടന്നിട്ട് ഓടുന്നത്, എല്ലാ വർക്കുകളും ചെയ്തോണ്ടിരിക്കുന്നത് ഞാനാണ്. അല്ല സാറേ, 14-ാം തീയതി നമ്മൾ ഉദ്ഘാടനം നിശ്ചയിച്ചേക്കാണ്, തുടങ്ങി വെക്കാൻ വേണ്ടിട്ട്. 14-ന് ഉദ്ഘാടനം നടക്കില്ല. 14-ന് ഞാൻ നോക്കട്ടെ എന്നേ പറയാൻ പറ്റും. എനിക്ക് എപ്പോൾ ചെയ്തു തരാമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. വഴിക്ക് വഴി എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അല്ല, ഈ സാറിന്റെ ഇതേ സ്പീഡ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഉണ്ടാവും. അല്ല, കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ടേ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാവരോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ പ്രാർത്ഥിക്കേണ്ടി വരും ഇതൊന്നും നടന്നു കിട്ടാൻ. അല്ല, നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുമെന്ന്. ഇപ്പൊ ഉദ്യോഗസ്ഥർ വന്നത് ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ? അല്ല, നമുക്ക് നോക്കാം മാക്സിമം കേട്ടോ. മാക്സിമം ഇതായത് ഫോൺ അടിക്കുന്നു. ഫോണോ എടുത്തോ 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 എടുത്തോ. എന്താ കൊണ്ടു? ഞാനിവിടെ KCB ഓഫീസിൽ എഞ്ചിനീയറുടെ അടുത്തിരിക്കുകയാണ്. ഇല്ല, ഓവർസിയറേ പെൻഷനായി പോയിരുന്നു. പെൻഷനായി പോയി? ഇന്ന് നേരത്തെ വിട്ടാ? സ്കൂൾ വണ്ടിയില്ലേ? എന്താ മുന്നറിയിപ്പ്? ഞാൻ ഒരു പണി ചെയ്യാം, ഞാൻ ഇവിടുന്ന് വരുന്ന ഒരു സ്കൂളിൽ കയറി മോളെ എടുത്തിട്ട് വരാം. നീ പോകണ്ട. ഇതൊന്നും ആയിട്ടില്ല. വിളിക്കാ പറയാൻ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് എവിടെ എടുത്ത ഷർട്ട്? ഇത് കോയമ്പത്തൂരിന്നാണ് സാറേ. നമ്മുടെ രണ്ടാളുടെ ഷർട്ട് കളർ ഒരുപോലെ ഉണ്ടല്ലേ? കളർ ഒന്നായിട്ട് എന്തായാലും കാര്യം നടക്കണ്ടേ, ഒന്ന് എളുപ്പമാക്കാം സാർ. ശരി സാറേ. എന്തിനിരിക്കാണ് ഇയാളൊക്കെ വർത്താനം പറഞ്ഞ് തീരുമ്പോഴേക്കും അയാളും പെൻഷൻ ആവുമല്ലോ. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവണേ? ഇതിപ്പോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ ചെയ്യാൻ പറ്റൂ? ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവന്റെ ബുക്ക് എടുത്ത് നോക്കുക ആദ്യം. അല്ല, അവന്റെ ബുക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അവൻ വല്ല എഴുതിർത്താനുള്ള കാര്യം ഉണ്ടാവും. ഇതിപ്പോ എല്ലാ പാരന്റ്സും ഇങ്ങനെ തന്നെയാണ്. പിള്ളേര് പഠിച്ചില്ലെങ്കിൽ ടീച്ചർമാർക്ക് കുറ്റം. ആദ്യം നിങ്ങൾ മോനെ ശ്രദ്ധിക്കുക കേട്ടോ.
ഇച്ചിരി കണക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടാവൂല. എനിക്കങ്ങനെ തോന്നണില്ല. മിസ്സിന്റെ കാര്യമല്ല, പൊതുവേ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാ. മാഷെ നിങ്ങളൊന്ന് വെക്ക്. എനിക്ക് ബസ്സിന് സമയം നിങ്ങളൊന്ന് വെക്ക്, പിന്നെ വിളിക്കാം കേട്ടാ. സുരു മാഷെ ഇപ്പം പോയാൽ എനിക്ക് 3:10 ബസ് കിട്ടും. നേരെ പോരേന്റെ മുറ്റത്ത് ഇറങ്ങും. ഇങ്ങനെ നോക്കിയാ ഈ വർഷം മുഴുവൻ പോകേണ്ടി വരും. നേരത്തെ തന്നെ നേരത്തെ വിടുകയല്ലേ, അപ്പൊ നേരത്തെ പോകേണ്ടി വരും. ഇങ്ങനെ ഒറ്റ സാധനം ഇവിടെ കാണുന്നില്ലാലോ. പെണ്ണെടുക്കുന്നു മക്കൾ. ഒരു പെണ്ണോടെ ഈ തിരക്കിന് എന്ത് കാര്യമായിട്ട് എഴുതുന്നേ? എന്ത് നീ എഴുതുന്നേ? ഇവിടെ ഒരു കുരുത്തം കെട്ട ചെക്ക എന്റെ ക്ലാസ്സിലുണ്ട്. ഓനൊരു ചോദ്യം ചോദിച്ചു കുഞ്ഞുമോനെ. അപ്പൊ ഗൂഗിൾ നോക്കിയിട്ട് ഉത്തരം കിട്ടി. അപ്പൊ നാളെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. മറന്നു. ഇത് പിടിച്ചൊന്ന് പിടി ടീച്ചറെ. അല്ല ഇത് വേണ്ടല്ലോ. രാഘവട്ട് ഇതിന് പോയില്ലേ? എവിടെ പോണ്ടേ? നിങ്ങൾക്ക് വീട്ടിൽ പോകുന്നു വേണ്ടേ? എന്റെ ഭാര്യനെ ഒരാൾ തടഞ്ഞു വെച്ചിട്ടാ ഇല്ലാടാ. അതെ ഞാൻ 3:10 എവിടെ? അവിടെ ആ പച്ചക്കറിക്കാർ കടക്കാരൻ എന്റെ ദൈവമേ, എന്ത് പ്രശ്നം? അയാൾക്ക് പച്ചക്കറി മനുഷ്യ പൈസ കൊടുത്തിട്ടില്ലാന്ന്. അത് ശരി. അത് നിങ്ങൾ കടം വാങ്ങിയാ പിന്നെ അത് തടഞ്ഞു വെക്കൂലേ? എന്റെ വീട്ടിലേക്ക് കട മനുഷ്യല്ല, വീട്ടിൽ കുഞ്ഞക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി കട മനുഷ്യാണ് പച്ചക്കറി. അത് കൊടുക്കാണ്ട് നാളെ ഇനി അയാൾ ഒരു ഒറ്റ പച്ചക്കറി ഒന്നും തരില്ലായിരുന്നു. 3:10 പോയി. ടീച്ചർ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു ഒഴിവാക്കി? ഞാൻ എന്താ പറയാൻ, സാറല്ലേ സീനിയർ, സാറ് പറഞ്ഞു. അല്ല ടീച്ചറെ, ഇതിപ്പം ഈ ഉച്ചഭക്ഷണത്തിന്റെ ചുമതലയെല്ലാം എച്ചമ്മന്റെ തലേന്ന് എടുത്തു കളിയൊന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ സംഘടനക്കാര് വന്നിട്ടില്ലേ പിരിവിന്? അന്നേരം പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് ഇപ്പൊ ഞാനെന്ത് തിന്നാ ചെയ്യണ്ടേ? രാഘവട്ടാ, നിങ്ങൾ എന്തായാലും PTA പ്രസിഡന്റ് വീട്ടിൽ പോയിക്കൊന്ന് പറഞ്ഞാളെ. PTA പ്രസിഡന്റ് വീട്ടിൽ അന്ന പിന്നെ ഓളാടെ തന്നെ നിൽക്കുന്ന നല്ലത്. നാളേക്ക് ആ പച്ചക്കറിക്കാരന് പൈസ കൊടുക്കുകയും എന്തെങ്കിലും നാളേക്ക് കറി വെക്കേണ്ട തക്കാളിയും സാധനങ്ങളിലും മേടിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഞാൻ കാലവാലം തച്ചു പൊളിച്ച് ഞാനങ്ങ് പോകും. ഇവരാരെ ഇവിടുത്തെ എച്ചമ്മ? വെപ്പുകാരെല്ലാം കൂടി 4 നീളം കണ്ട. അനുഭവിച്ചോ? 3:10 ബസ്സും പോയിപ്പോ. ഇവിടെ തക്കാളി വാങ്ങിയിട്ട് നാളെ എന്താക്കുന്ന അറിയുന്നത്? രസം വെക്കാനിരിക്കും അല്ലേ ടീച്ചറെ? തക്കാളി കൂടി രസം വെക്കാനിരിക്കും അല്ലേ? നല്ല രസമായി. പക്ഷെ നമസ്കാരം. നമസ്കാരം. ഞാൻ ആ 1C പഠിക്കണ അഞ്ജുവിന്റെ ഫാദറാണ്. എൻ്റെ പേര് പാരിജാതൻ. പക്ഷെ ഈ HM എവിടെ ഇരിക്കണം ഒന്ന് കാണാൻ വേണ്ടിട്ടാണ്. HM ഇല്ല, താൽക്കാലിക ചുമതല എനിക്കാണ് HM-ന്റെ. ശരി. എന്തായിരുന്നു പക്ഷെ അതെ, ഇവിടെ സ്കൂള് തുറന്നപ്പോ തൊട്ട് മോള് രാവിലെ സ്കൂളിൽ വരണുണ്ട്. ഉച്ച കഴിയുമ്പോ തന്നെ ഇന്ന് ക്ലാസ്സില്ല, ടീച്ചറില്ല എന്ന് പറഞ്ഞാൽ അവളെ തിരിച്ചു വിടുകയാണ്. അപ്പൊ അതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരാൻ വഴിയില്ല, ഞങ്ങൾ എല്ലാരും കൂടി ആ ക്ലാസ്സിൽ പോകുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ പോകണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കുട്ടീനെ ഒന്നും പഠിപ്പിക്കണില്ല. ഉച്ചയാകുമ്പോ തന്നെ ക്ലാസ്സില്ല, മാഷില്ല, വന്ന് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ക്ലാസ്സിലേക്കാണെന്നും പറഞ്ഞു വിടുമ്പോൾ ഒരു അക്ഷരം പഠിപ്പിക്കാതെ ക്ലാസ്സില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടാ എന്താ ചെയ്യണം? ഇത് ആരോടാ ഞങ്ങൾക്ക് പറയാൻ പറ്റണത്? അല്ലാതെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ടീച്ചേഴ്സ് ഇല്ല ഇവിടെ. കുറെ പേര് പോയി റിട്ടയർഡായി. ഞങ്ങളിപ്പോ കുറച്ച് പേരാണുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ഇത്രയും ക്ലാസ്സുകൾ മാനേജ് ചെയ്യേണ്ട ഒരു ചെറിയ ബുദ്ധിമുട്ട്. വേറെ അതെ, അത് പരിചാതം. അതായത് ഇപ്പൊ പുതിയ മാഷന്മാർ ഇവിടത്തേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ട് വന്നാൽ മാത്രമേ ക്ലാസ് ടീച്ചറൊക്കെ ഉണ്ടാവും. അപ്പൊ അതുവരെ ഞങ്ങൾ എല്ലാരും കൂടി ക്ലാസ് നോക്കുന്നുണ്ട്. അപ്പൊ ആ പിള്ളേരുടെ ഭാവി പ്രശ്നമില്ല? ഒരിക്കലും ഇല്ല, അങ്ങനെയല്ല. അന്നൊരു പണിയായി, എനിക്ക് ആ TC കട തന്നില്ല. ഞാൻ ഈ സ്കൂളിൽ നിന്ന് മാറ്റണം എൻ്റെ മോളെ. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തോളാം. മാഷന്മാരുള്ള സ്കൂളുകൾ ഉണ്ടാവുമല്ലോ പ്രൈവറ്റ് ആയിട്ടൊക്കെ. നിലവിൽ ഇപ്പോൾ ഈ UP സ്കൂളിലെ PSC ലിസ്റ്റിൽ വന്ന ഈ അധ്യാപകരുടെ ഒരു എണ്ണം എന്ന് പറഞ്ഞാൽ 6300 അതിൽ ആകെ 2320 പക്ഷേ ഞാൻ DO ഒന്നുമല്ല, എനിക്ക് ഈ കണക്കറിയാൻ വേണ്ട. സ്കൂളിലോട്ട് വിടുന്ന പിള്ളേരെ പഠിപ്പിക്കാൻ ഇവിടെ അധ്യാപകരില്ലേ? ഞാൻ അധ്യാപകരുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തോളാം. എനിക്ക് ആ കുട്ടിയുടെ TC തന്നാൽ മതി. അല്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അത് കുഴപ്പമൊന്നുമില്ല. അല്ല, കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്തുവിടല്ലേ? ചെയ്യും. അപ്പൊ അതും നടക്കൂല. TCന്റെ കാര്യം ഇപ്പം ഒന്നാമത്തെ HM ഇല്ലല്ലോ. അപ്പൊ എനിക്കാണെ അങ്ങനെ ഒരു പുതിയ HM വരാതെ. എന്റെ ദൈവം, ഇപ്പൊ കണ്ടക്കത്രികയിൽ കാലിട്ട പോലെ ആയിപ്പോയല്ല. എടുക്കാനും പറ്റണില്ല, വലിക്കാനും പറ്റണില്ല. ഇത് ഞങ്ങൾ വേണ്ട പോലെ ചെയ്യാം. ശരിയെന്നത് വേണ്ട പോലെ ഇരുന്ന് ചെയ്തോ. സോറി. ശരി. നാളെ ക്ലാസ് ഉണ്ടാവോ? ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഉണ്ട്. അപ്പൊ ഉച്ചക്ക് ഒന്ന് കൊണ്ടുപോയാൽ മതി. വന്നാ മതി. അപ്പൊ ആ വണ്ടിക്കാശും പോയിക്കോളൂ. എൻ്റെ ഇല്ല, ഒന്നുമില്ല. സോറി. എന്റെ മൂഡ് പോയി, ഞാൻ ഇനി പോകുന്നില്ല. സാറേ, ഫോൺ അടിക്കുന്നു. ഈ ഫോണല്ലല്ലോ അടിക്കുന്നത്? അല്ല, അപ്പുറത്ത് എഞ്ചിനീയർ ഫോണല്ലേ അടിക്കുന്നത്?
ഒരു എഞ്ചിനീയർ വന്നിട്ട് ഫോൺ എടുത്തോളൂ. ഇവിടെ പെൻഷനായി പുതിയ ആൾ വന്നില്ല എന്ന് പ്രസാദിനും അറിയാമല്ലോ. എനിക്കറിയാം. ആൾ വരട്ടെ, ആൾ വരുമ്പോൾ എടുക്കും. ഇപ്പം തന്നെ ആവശ്യത്തിലധികം ജോലി ഇവിടെ ഉണ്ട്. കിട്ടുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ ജോലി ഇപ്പം ചെയ്യുന്നുണ്ട്. ഇനി ആ ഫോണിലൂടെ എടുത്തിട്ട് ആ കാര്യം പറ, അത് വെറുതെ തലവേദനയാക്കണ്ട. എന്നെ പ്രസാദിന് അത്ര തവണ പോയി എടുത്തോ. ഞാൻ എന്തിനാ എടുക്കുന്നത്? ആ സാറേ ഞങ്ങള് തമിഴ്നാട്ടിലായിരുന്നേ. വണക്കം, சொல்லுங்க என்ன சமாச்சாரம்? അല്ല മലയാളികളാണ്. അല്ല, തമിഴ്നാട്ടില് ജോലിക്ക് വേണ്ടി പോയതാണ്, കോയമ്പത്തൂര് ഗാന്ധിനഗറിൽ. ശരി, ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പോയി. ഇല്ല, ഞാനവിടെ ഇലക്ട്രീഷ്യൻ ആയിരുന്നു. അവിടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ മെയിൻ്റെനൻസ് ആയിട്ടേ. ഇപ്പൊ ഇവിടെ ഉണ്ടായ വീട് വാടക കൊടുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ അവരെ മാറ്റിയിട്ട് ഞങ്ങള് താമസം തുടങ്ങി. അവിടെ ഒരു റൂമിൽ തന്നെ വർക്ക്ഷോപ്പ് പോലെ തുടങ്ങാന്ന് കരുതിയിട്ട് ഒരു ചെറിയ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടായി. അപ്പൊ അതിനൊരു നമ്പർ ഇടാൻ വേണ്ടി കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയില്ല. അവിടെ ആളുകൾ വന്ന് നോക്കിയത് ഇവളോട് മര്യാദയായിട്ട് പെരുമാറുകയും ചെയ്തു. മോശമായിട്ട് പെരുമാറി സാറേ. ഇവിടുന്നാ? ആ, എന്താ പറഞ്ഞ, അവരെന്ത് ചെയ്തു? അവരെന്തോ എന്നെ പേടിപ്പിക്കണ പോലെയൊക്കെ സംസാരിച്ചല്ലേ ഉള്ളൂ സാറേ. ഞാൻ പേടിപ്പിക്കണ പോലെയൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരാൾ സംസാരിച്ച ഉടനെ പേടിക്കാൻ. ഞാനുണ്ടായില്ല, അവൾ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. അപ്പൊ പെർമിറ്റ് ഇല്ലാതെ നിങ്ങളിത് ചെയ്തേക്കണം. ആണല്ലോ, നിങ്ങൾ പെർമിറ്റ് ഇല്ലാതല്ലേ ചെയ്തത്. അപ്പൊ അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ പേടി. എവിടത്തെ ന്യായമാണ്? ഞങ്ങള് തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ബിൽഡിംഗ് റൂൾസ്. നിങ്ങളിപ്പോ കേരളത്തിലെ കാര്യം പറ. നിങ്ങൾ തമിഴ്നാട്ടിലായിരിക്കോ കർണാടകയിലായിരിക്കോ, ഇനിയിപ്പോ നിങ്ങൾ വല്ല മാർത്താണ്ടത് എവിടെ ആയിരിക്കോ, അതല്ല വിഷയം. നമ്പർ നിങ്ങൾ അനുവാദം മേടിക്കാതെ നിങ്ങൾ ബിൽഡിംഗ് പണിഞ്ഞൊക്കെയാണ്. സാറ് ഞങ്ങൾക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു. തെറ്റ് പറ്റിപ്പോയി. അപ്പൊ സാറ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തന്നാ മതി. അതിനെന്താന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക്. അതിപ്പോ നിങ്ങൾ പറഞ്ഞു ഉടനെ ഇവിടെ ചെയ്യാൻ ഇവിടെ ആളില്ല. ഇവിടെ ഇത് ചെയ്യണത് ഞാനല്ല ഇത് ചെയ്യണത്. അതിന്റെ ഒരു ഭാഗം മാത്രമേ എൻ്റെ കയ്യിൽ വരണുള്ളൂ. അത് പല കൈകളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരണം. എന്താണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതൊന്നല്ല, നിങ്ങളിത് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തത് ഭയങ്കര അബദ്ധമാണ്. അല്ല, അറിയാതെ പറ്റിപ്പോയി. അത് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നിങ്ങള് ഇപ്പൊ പഴയതിൽ നമ്മളൊന്ന് പുതുക്കി പണിയണമെങ്കിലോ, ഇനിയിപ്പോ പുതിയതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സ്റ്റൻഷനായിട്ട് വേറെ എന്തെങ്കിലും പണിയണമെങ്കിലോ ഈ ഓഫീസ് വെച്ചേക്കണം. അതിനൊക്കെയാണ് ഇവിടെ വന്ന് അതിന്റെ പ്ലാനും പദ്ധതികളൊക്കെ ഇവിടെ സമർപ്പിച്ച് അപേക്ഷ കൊടുത്ത് ഫീസ് അടച്ച് അനുമതി മേടിക്കണം. മേടിച്ചിട്ട് ഇത് പണിയാവും. എല്ലാ പേപ്പറും ചോദിച്ച പേപ്പറൊക്കെ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അത് എപ്പോൾ കൊടുത്ത്? അത് ഇപ്പം അല്ലേ കൊടുത്തേ. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് കെട്ടിടം പണിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ലൊരു തുക ഫൈൻ വരും.